ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ 95% ക്രൈസ്തവരാണുള്ളത്. ആ പ്രദേശത്താണ് ജൂൺ 4-നും ജൂൺ 8-നും ഇടയിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ നോർത്ത് കിവു എന്ന പ്രദേശത്ത് തീവ്രവാദികൾ ഒരു ആക്രമണം നടത്തുകയും 4 ദിവസം നീണ്ടുനിന്ന ആക്രമണത്തിൽ 80 ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടത്. ഇതൊരു ആഗോള പ്രതിഷേധം ആകർഷിക്കുന്ന അല്ലെങ്കിൽ ആഗോള പ്രതിഷേധം ഉയരേണ്ട ഒരു വിഷയമാണ്. ഇതിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം എല്ലാ രാഷ്ട്രീയക്കാരും സെലിബ്രിറ്റികളും ഒക്കെ നിശബ്ദത പാലിക്കുകയുണ്ടായത്. അപ്പൊ ഈ 4 ദിവസങ്ങളിലുണ്ടായ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് ഈ 80 ക്രൈസ്തവരിൽ ഉൾപ്പെടുന്നത്. IS തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധമുള്ള അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സസ് എന്ന തീവ്രവാദ സംഘടനയാണ് ഈ ആക്രമണം തുറന്നുവിട്ടത്. IS ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരുടെ ഔദ്യോഗിക ടെലിഗ്രാം ചാനലിൽ അവരൊരു പോസ്റ്റ് ഇട്ടു. അതായത്, ഞങ്ങളുടെ കാലിഫേറ്റ് പോരാളികൾ ഈസ്റ്റേൺ കോങ്കോയിൽ 60-ലധികം ക്രൈസ്തവരെ കൊലപ്പെടുത്തി എന്നവര് ഔദ്യോഗികമായിട്ട് പരസ്യമായിട്ട് പ്രസ്താവിക്കുകയും ചെയ്തു. എന്നിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്.